ഇന്ന് രാവിലെ എനിക്ക് ഒരു പണിയില്ലാത്ത ദിവസമായിരുന്നേ. കാരണം തീയിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് തീയിൽ മതി സ്കൂളിൽ കൊണ്ടുപോകാനെന്നേ. അന്നേരത്തേക്ക് ഞാൻ ഗോതമ്പ് ദോശ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നേ. പാക്കിക്കാണെങ്കിലേ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. ഞാൻ അങ്ങനെയാണ് അവനെ ശീലിപ്പിച്ചത് ചെറുതിലേ മുതൽ. അല്ലാതെ അവന് അത് വേണം ഇത് വേണമെന്ന് വാശി പിടിക്കത്തില്ല കേട്ടോ. പിന്നെ അവന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും ഉണ്ട്, അതും ഞാൻ ഉണ്ടാക്കി കൊടുക്കുവേ. എന്നാലും ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങളും ഉണ്ടല്ലോ, അതും ഞാൻ ഉണ്ടാക്കി കൊടുക്കുവേ. എല്ലാം ഞാൻ കഴിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ ചെറുതിലേ മുതൽ ചിക്കനും മട്ടനും വലിയ മീനും ഒന്നും കഴിക്കത്തില്ലല്ലോ. അന്നേരം ഇവിടെ ആകുമ്പോൾ പിന്നെ മീൻ കിട്ടും. നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടും മീൻ കിട്ടാത്ത അവസ്ഥ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊതിയായിട്ടുണ്ടായിരുന്നേ. അന്നേരം ചിക്കൻ ഞാൻ കഴിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. ചിക്കൻ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും എനിക്ക് കഴിക്കാമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ചെറുതിൽ അത് കഴിച്ചിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും കുഞ്ഞിനുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ കൊണ്ട് എല്ലാം കഴിപ്പിക്കുന്നത്. ഞാൻ ചിക്കനും മീനൊന്നും കഴിക്കത്തില്ലേലും ഞാൻ ചിക്കനും എല്ലാം ഞാൻ കറി വെക്കാറുമുണ്ട്, അവന് കൊടുക്കാറുമുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഗോതമ്പ് ദോശ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തീയിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാനും വെക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കുമായിരുന്നേ. ഇന്ന് പാക്കിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നേ. പാക്കിക്ക് 2-3 ഫ്രണ്ട്സിന് മാത്രമായിട്ട് സ്കൂളിൽ ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. 2-3 മലയാളി പിള്ളേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ. കുഞ്ഞാണി എന്നും ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ എന്താ ഈ മുണ്ട് ഉടുക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിൽ പ്രോഗ്രാം ഒന്നും ഇല്ലായിരിക്കും, അതുകൊണ്ട് ഉടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അന്നേരത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായി ഇന്ന് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ സ്കൂളിൽ എന്ന് ഇതൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ചന്ദനക്കുറി എല്ലാം ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് ഒരുക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പാക്കി മുണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിസ്ഥിതി പറയത്തില്ലേ ഈ ഓണത്തിൻ്റെ വിശേഷം ഉണ്ടെന്ന്, അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പൂവും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ആ പൂവിന് അത്രയും കൂടെ 20 രൂപയുടെ പൂവാണ്. അന്നേരത്തേക്ക് പാക്കിയാണെങ്കിൽ ഇന്ന് ഭയങ്കര കാര്യമായിട്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ബാക്കി പിള്ളേരെല്ലാം യൂണിഫോം ആയിരുന്നു. ബാക്കി 2-3 പിള്ളേർ മാത്രമുള്ളത് കേരള ഡ്രസ്സ്. എന്നിട്ട് ഞാൻ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് എല്ലാവരും വന്ന് ഇതുപോലെ പാലഭിഷേകമൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തോണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല. പോയി തൊഴും വീട്ടിൽ വരും, അത്രേ ഉള്ളേ. అందుకోమా పూజ అందుకోవమ్మ